ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെന്റർ. എൻ്റെ പേര് സജിൽ ലത്തീഫ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എൻ്റെ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ എൻ്റെ പേയ്മെന്റ് പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഡൗട്ട് ഉണ്ട്. ഞാൻ ഈ വീഡിയോ എല്ലാം വെറുതെ ക്രിയേറ്റ് ചെയ്തിടുകയാണ്, അല്ലെങ്കിൽ എനിക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ല, ഞാൻ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിടുന്നത് എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ എനിക്കൊരു കമന്റ് വന്നു, നിങ്ങൾ ഇത്രയും വരുമാനമൊക്കെ ഫ്രീലാൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു, പക്ഷേ എന്തിനാണ് ഈ യൂട്യൂബിൽ നിന്ന് അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം കളവല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ലൊരു റിപ്ലൈയും തയ്യാറാക്കി. പക്ഷെ അതിനു മുമ്പ് ആ കമന്റ് തന്നെ അദ്ദേഹം തന്നെ ഡിലീറ്റ് ചെയ്ത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് 5skid എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന്. ഇപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് ചിലവർക്കൊക്കെ അറിയാം, ഇതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ പേയ്മെന്റ് പ്രൂഫ് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്, ഒരു വീഡിയോയിൽ തന്നെ, മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ വീക്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിലൊക്കെ. സോ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വർക്ക് ചെയ്താൽ തന്നെ ഇതുപോലുള്ള വെബ്സൈറ്റിൽ നിന്ന് തീർച്ചയായിട്ടും വരുമാനം കിട്ടും എന്നുള്ള ഒരു പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 5skidൽ എനിക്ക് കിട്ടിയ ഒരു റവന്യൂയുടെ സ്ക്രീൻഷോട്ട് അല്ല, വെബ്സൈറ്റ് തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ 5skidലെ അനാലിറ്റിക്സ്, എനിക്ക് കിട്ടിയിരിക്കുന്ന സെയിൽസ് റിപ്പോർട്ടും, അതുപോലെ ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് സെയിൽസ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ 5skid എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഞാനൊരു ഹൈ റേറ്റഡ് സെല്ലറാണ്. അപ്പോൾ ഈ ഹൈ റേറ്റഡ് സെല്ലർ ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ടിപ്സും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ്. അതും 5skid എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഏൺ ചെയ്ത റവന്യൂവിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ചെയ്യുന്ന വർക്കുകളൊന്നും പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അവരെ ഡൗട്ട് കൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേയ്മെൻറ്റ് പ്രൂഫ് ഒന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെല്ലർ എന്ന് പറയുന്ന ഓപ്ഷനിൽ റവന്യൂസ് എടുക്കുക. അതല്ലെങ്കിൽ മൈ ഓർഡേഴ്സിൽ പോയാൽ തന്നെ നമുക്ക് റവന്യൂ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മൈ ഓർഡേഴ്സ് പോകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത എല്ലാ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്ത ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ 13 ഓർഡേഴ്സ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില ഓർഡേഴ്സ് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റവന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നത് 2424.50 UK പൗണ്ടാണ്, അതായത് പൗണ്ട് സ്റ്റേർലിംഗ്. ഇപ്പോൾ UK പൗണ്ട് നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ എത്ര വരുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 93.14. അപ്പോൾ ഏകദേശം നമ്മൾ വിഡ്രോവൽ ടൈമിന് നമുക്ക് 92.5 കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ 5skidൻ്റെ കമ്മീഷനെല്ലാം കഴിച്ച് കിട്ടുന്ന ഒരു എമൗണ്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്മീഷനെല്ലാം കഴിച്ച് 17 പൗണ്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ക്ലിയർ ആവാൻ ഇനി 6 ദിവസം കൂടി ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെയെല്ലാം കാണാൻ സാധിക്കും ഓൾറെഡി ക്ലിയർഡായ എമൗണ്ടുകൾ എല്ലാം 4 പൗണ്ട്, 17 പൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ 4 ഓർഡേഴ്സ് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തത്, അതായത് 522 പൗണ്ട് എനിക്ക് ഒരൊറ്റ ഓർഡറിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. 522 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 92 രൂപ വെച്ച് നമുക്കൊരു വിഡ്രോവൽ ടൈമിന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 48,000 രൂപയോളം എനിക്ക് ഈ ഒരു ഒറ്റ ഓർഡറിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ വേണമെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്നിട്ട് കളക്ട് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫൈവറിൽ ഞാൻ ചെയ്യുന്നത് ഏകദേശം ഒരു കാറ്റഗറി മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഒരേ ടൈമിൽ ചെയ്യുന്നത്. പക്ഷേ 5skidൽ നമുക്ക് എല്ലാ കാറ്റഗറീസും ആഡ് ചെയ്തിട്ട് പല പല വർക്കും ഇതിൽ ചെയ്യാൻ സാധിക്കും, യാതൊരു പ്രശ്നവുമില്ല. ഫൈവറിൽ പക്ഷേ കൂടുതൽ വർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു കാറ്റഗറിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഇയർ 2019 കംപ്ലീറ്റ് ചെയ്ത ഒരു വർക്കാണ് 580 പൗണ്ടിൻ്റെ. ഇദ്ദേഹം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതുപോലത്തെ വർക്കുകൾ തരാറുണ്ട്. ഇതൊരു ആനിമേഷൻ വീഡിയോ ആണ്, പക്ഷേ ബാക്കിയുള്ള ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ബുക്ക് കവർ ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഞാൻ സെല് ചെയ്യുന്നുണ്ട്, ഒരു അൺലിമിറ്റഡ് ട്രാഫിക് സോഫ്റ്റ്വെയർ ഇതിലൂടെ ഞാൻ സെല് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റുള്ള പല പല ടൈപ്പ് വീഡിയോസും ഗ്രാഫിക് ഡിസൈനിങ് ജോബ്സും എല്ലാം ഞാൻ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. മിക്സഡ് ജോബ്സാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടാതെ വെറുതെ ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പേയ്മെൻറ്റ് പ്രൂഫ് കൂടിയാണിത്. അപ്പോൾ ഏകദേശം ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് 2424 ഇൻറ്റു നമുക്കൊരു 93 റുപ്പീസ് പെർ പൗണ്ടിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 2.25 ലക്ഷം രൂപ ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത്രയും എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എനിക്ക് 17 പൗണ്ട് കൂടി വിഡ്രോ ചെയ്യാനുള്ളൂ ഇതിൽ നിന്ന്. അപ്പോൾ ഇപ്പോഴും വർക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് ഈ 5skid. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ സെയിൽസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ടോട്ടൽ ഏർണിങ്സ് ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ എമൗണ്ട്. ഞാൻ ചെയ്ത ഓർഡേഴ്സിനെല്ലാം കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് 80 ഓർഡേഴ്സിനാണ് ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത്. 110 ബയേഴ്സ്. അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് അവൈലബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഫൈവറിൽ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ ഓരോ സർവീസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സർവീസിൻ്റെ വാല്യൂ അനുസരിച്ച് 1 ക്രെഡിറ്റോ 2 ക്രെഡിറ്റോ 3 ക്രെഡിറ്റോ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ആകും. അപ്പോൾ ഈ ക്രെഡിറ്റ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം ക്രെഡിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ ക്രെഡിറ്റ് നമുക്ക് ആഡായി കിട്ടുന്നത് ഇതുപോലുള്ള ഫീഡ്ബാക്കൊക്കെ കിട്ടുന്ന അനുസരിച്ചാണ്. ഓരോ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴും നമുക്ക് ക്രെഡിറ്റുകൾ കൂടിക്കൊണ്ടിരിക്കും ഇതുപോലെ. അപ്പോൾ എനിക്ക് 332 ക്രെഡിറ്റ്സ് ഇനി അവൈലബിൾ ആണ്. ഒരുപാട് ഗിഗ് സർവീസുകൾ എനിക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക്. ഞാനിപ്പോൾ ഫൈവറിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഇതിലധികം വർക്ക് ചെയ്യാറില്ല. അത് കാരണമാണ് കൂടുതൽ ഗിഗ്സ് ഒന്നും ഇതിൽ ക്രിയേറ്റ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓർഡർ കാണാൻ സാധിക്കും. അതായത് 149 ഓർഡേഴ്സ് ഞാൻ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 17.94. അതുപോലെ തന്നെ 5 പൗണ്ടിൻ്റെ ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 137 ഓർഡേഴ്സാണ്. 10 പൗണ്ടിൻ്റെ 4 ഓർഡേഴ്സ്, 20 പൗണ്ടിൻ്റെ 5 ഓർഡർ, അതുപോലെ തന്നെ 50 പൗണ്ടിൻ്റെ 3 ഓർഡേഴ്സ്. കസ്റ്റം ഓർഡർ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച 500 ചില്ലാനം UK പൗണ്ട് വരുന്ന ഓർഡറെല്ലാം ഉൾപ്പെടുന്നത് കസ്റ്റം ഓർഡേഴ്സിലാണ്, അതുപോലെ തന്നെ എക്സ്ട്രാസിലും. ഇനി ഇതിൻ്റെ താഴെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ബയേഴ്സിനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു അനാലിറ്റിക്സ് കൂടി കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം US-ൽ നിന്ന് 12 ബയേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ ബയേഴ്സ് നമുക്ക് ലഭിക്കുന്നത് UK എന്നാണ്. കാരണം ഈ ഒരു വെബ്സൈറ്റ് UK ബേസ്ഡ് വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 78 ബയേഴ്സ് എനിക്ക് കിട്ടിയിരിക്കുന്നത് UK എന്നാണ്. അതുപോലെ തന്നെ ഫിൻലാൻഡ്, അൾജീരിയ, സ്പെയിൻ, സൗദി അറേബ്യ, ഇന്ത്യയിൽ നിന്ന് ഒരു ഓർഡറേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വർക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് UK-ൽ നിന്നാണ്. എന്നാൽ ഫൈവറിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് US-ൽ നിന്നായിരിക്കും. കാരണം ഫൈവർ ഒരു US ബേസ്ഡ് വെബ്സൈറ്റാണ്. പക്ഷേ അതിൻ്റെ ഓണേഴ്സ് എല്ലാം ഇസ്രായേലുകാരാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ ഒരു ബെസ്റ്റ് സെല്ലറാണ്. ബെസ്റ്റ് സെല്ലർ ആവണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഓർഡർ, ഫസ്റ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ ഒരു കസ്റ്റമർ റിട്ടേൺ വന്ന് നിങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്യണം. 5 പൗണ്ടിന് 10 പൗണ്ടിന് 20 പൗണ്ട് കസ്റ്റം ഓർഡർ എല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബാഡ്ജ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫീഡ്ബാക്സ് മിനിമം ഒരു 50 ഫീഡ്ബാക്കെങ്കിലും വേണം. സെൽ ടു സംവൺ ഔട്ട്സൈഡ് ഓഫ് ദി UK, അതായത് UK-ൽ നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഞാൻ ഇവിടെ കാണിച്ച പോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഓർഡേഴ്സ് കിട്ടണം. ഒന്നിൽ കൂടുതൽ കാറ്റഗറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേഷൻ, അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറി, സോഫ്റ്റ്വെയർ, സെല്ലിങ്, എല്ലാ കാറ്റഗറിയിലും ഞാൻ ഇത് വർക്ക് ചെയ്യുന്നത് കാരണമാണ് നമുക്ക് ഈ ബാഡ്ജ് കിട്ടുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ബാഡ്ജ് കിട്ടും. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നമ്മുടെ ഗിഗിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഈ ബാഡ്ജ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനൊരു വിശ്വാസം വരും നമ്മളുടെ അക്കൗണ്ടിനെ കുറിച്ച്. അപ്പോൾ കൂടുതൽ വർക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്കിപ്പോൾ വർക്ക് കുറവാണെങ്കിലും നമുക്ക് ബയർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ഫൈവറിലുള്ളതുപോലെ തന്നെ ബയർ റിക്വസ്റ്റ് നമുക്ക് സെൻഡ് ചെയ്യാം. ഇവിടെ ബ്രൗസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ റിക്വസ്റ്റ് എല്ലാം നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് പുതിയ വർക്കുകൾ നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാം ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡേറ്റ് പോസ്റ്റഡ് April 2nd, 50 പൗണ്ടിൻ്റെ ഒരു വർക്ക് ഇവിടെ കൊടുത്തു. പ്രൊമോഷൻ ഓഫ് മൈ URL ഷോർട്ടനർ വെബ്സൈറ്റ്. അതുപോലെ തന്നെ ആഡ് ലോഗോ ടു എ PDF ഫയൽ ഒരു ലോഗോ ആഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ജോബാണ്. ഒരു 5 മിനിറ്റിൽ താഴെയുള്ള ജോബാണ്. അതിന് 5 പൗണ്ട്. അതുപോലെ തന്നെ പല പല വർക്കുകൾ, നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർ കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റിന് നമുക്ക് റിപ്ലൈ കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും, ഇത്ര എമൗണ്ടിൽ നമുക്ക് വർക്ക് ചെയ്യാം, ഈ ഡേറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൂടി കൊടുക്കുക. ഡെലിവറി ഡേറ്റ് കൊടുക്കുക, എന്നിട്ട് സെൻഡ് കോട്ട് കൊടുക്കുക. ഈ കോട്ട് അവർ പരിശോധിച്ചിട്ട് ഇഷ്ടമാവുമെങ്കിൽ അവർ നിങ്ങളുടെ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 20 UK പൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും കൂടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, അതായത് സെല്ലറിൽ നിന്ന് ബയ്യർ റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ ബേസ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റിനെല്ലാം നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം. താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഓർഡർ ഡയറക്റ്റ് തരികയും ചെയ്യും. ഒരുപാട് വർക്ക്സ് എല്ലാം ഇതിലുണ്ട്. 400 UK പൗണ്ടിൻ്റെയും 600 പൗണ്ടിൻ്റെയൊക്കെ വർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, 5 Skid. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 4-5 വെബ്സൈറ്റിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൗട്ട് ഉണ്ട്, ഞാൻ വെറുതെ ഈ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നു, എനിക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കാരണം കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ വീണ്ടും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.